ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മൾ മൂന്നാറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കാണാൻ മിസ്സായ കാഴ്ചകളെല്ലാം നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായും അറിയിക്കാൻ മറക്കല്ലേ. തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താൻ സഹായകമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ട്രക്കിങ്ങിനൊക്കെ പോയതിന് ശേഷം നമ്മളൊന്ന് ഫ്രഷായി മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് പേര് ട്രക്കിങ്ങിന് വേണ്ടി വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ടൈമാണ് ഏറ്റവും സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഏർലി മോർണിംഗിൽ പോയാൽ ട്രക്കിങ്ങിന് നമുക്ക് സൺറൈസൊക്കെ കണ്ട് ഒരു നല്ല ഫീലാണ്. മാത്രമല്ല തിരിച്ചു വന്നാൽ ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നേരെ ഇറങ്ങുകയാണെങ്കിൽ അതും വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇന്നലെ നമ്മൾ വന്ന ചെക്ക് പോസ്റ്റാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് 5 കിലോമീറ്റർ സ്ഥലത്തേക്ക് വണ്ടി ഹോൺ അടിക്കാനോ അതുപോലെ തന്നെ നിർത്താനോ പാടില്ല എന്ന് പറഞ്ഞില്ലേ വട്ടവടിക്ക് പോരുന്ന സമയത്ത്. അപ്പം നമുക്ക് നൈറ്റിൻ്റെ കാഴ്ചകളൊക്കെയാണ് കണ്ടിരുന്നത്. മക്കൾ ഇന്ന് പകൽ കാത്തിരിക്കുന്നത് ആന എങ്ങാനും വഴിയിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവരും വരുന്നത്. നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളെ കണ്ടിരുന്നു. അതുപോലെ തിരിച്ചു വന്നപ്പം നമ്മളൊരു മ്ലാവിനെ മാത്രമാണ് കണ്ടത്. പക്ഷെ വേറെ മൃഗങ്ങളെ ഒന്നും നമ്മൾ കണ്ടിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നിയമങ്ങളാണല്ലോ. അപ്പം നമ്മളത് പാലിക്കാനും എന്തായാലും ബാധ്യസ്ഥരാണ്. അപ്പം നമ്മളതൊക്കെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതുക്കെ ഇങ്ങോട്ട് പോരുകയാണ്. ഇത് ഫോറസ്റ്റ് ഏരിയ കടക്കാറാവുന്നു. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്നലെ കാട്ടുപോത്തിനെ കണ്ടത്. ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ഫീൽഡ് കാണാം, അവിടെയാണ് കേട്ടോ. അതേ സ്ഥലത്താണ് ഇന്ന് മ്ലാവിനെയും കണ്ടത്. കാരണം ഇത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു നല്ലൊരു ഏരിയ ആണ്. രാത്രിയിലത്തെ കാഴ്ച ഭംഗിയാണ്, അതുപോലെ തന്നെ രാവിലത്തെ കാഴ്ചയും അതിലേറെ ഭംഗിയാണ്. ഇതിപ്പോൾ സമയം ഒരു 10 മണിയായിട്ടുണ്ടാവും. കാരണം നമ്മൾ 9:30-ക്ക് എത്തിയപ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈം എടുത്തിട്ട് ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്നലെ മഴയായത് കാരണം പാതി വഴിക്ക് മുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഇന്നത്തെ ഒരു യാത്രയിൽ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ എത്ര കണ്ടാലും മതിയാവാത്ത അതിമനോഹരമായ കാഴ്ചകൾ, അങ്ങനെ തന്നെ പറയണം. ഈ ട്രാവലിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു വല്ലാത്തൊരു ഫീൽ തന്നെ ആയിരിക്കും കേട്ടോ. എനിക്കെപ്പോഴും റഷായ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും ഇതുപോലെ ശാന്തമായ സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ഇഷ്ടം. റഷായ സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ബിസി ഷെഡ്യൂളിൽ നമ്മുടെ ജോലിക്ക് പോകുന്നു, കാര്യങ്ങൾക്ക് ഓടുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെപ്പോഴും ഒരു യാത്ര പോകുന്നത് കുറച്ച് റിലാക്സേഷൻ എന്നാണ് എൻ്റെ ഒരു മൈൻഡ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഷോപ്പിംഗ് എന്നൊരു പർപ്പസ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് മെട്രോപൊളിറ്റൻ സിറ്റിയിലും തിരക്കിലൊക്കെ പോകുന്നത് നല്ലതാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം പറയുവാണെങ്കിൽ അത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇച്ചുവിന് അതൊക്കെ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഒരുപോലെ പോകുന്നത് കാരണം കുറച്ചുകൂടെ ഒരുപോലെ ഒരേ കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് എപ്പോഴും പറ്റാറുണ്ട്. മക്കളിനി വലുതാവുമ്പോൾ അവരുടെ ചോയ്സ് നമുക്ക് പേഴ്സണലി നമുക്കറിയാൻ പറ്റുന്ന അപ്പോഴാണല്ലോ. പോകുന്ന വഴിക്ക് ക്യാരറ്റ് കാണുമ്പോഴെല്ലാം ഞാൻ ക്യാരറ്റ് വാങ്ങണം, ബീട്രൂട്ട് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾ ദൂരേന്ന് കാണുമ്പോൾ പറയും, അപ്പാ ദൂരെ ക്യാരറ്റ് വരുന്നുണ്ട്, മാറ്റിക്കോ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്തെത്തുമ്പോഴേ ശരിക്കും കാണുന്നത് കേട്ടോ. എന്തായാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് ടൂർ പോയിട്ട് വന്നപ്പോഴും കുറേ ക്യാരറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. ഒരെണ്ണം പോലും കേടുവന്നില്ല എന്ന് മാത്രമല്ല അതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേസമയം നമ്മൾ കടകളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങുന്നതിന് ആ ഒരു ഫീല് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വാങ്ങും എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും പറയണേ. ഇവരതിന് മെയിനായിട്ട് നോക്കുന്നത് മാങ്ങ ഉപ്പിലിട്ടതുണ്ടോ അല്ലെങ്കിൽ പൈനാപ്പിൾ ഉപ്പിലിട്ടതുണ്ടോ, അതാണ് ഇവരുടെ പരിപാടി. അപ്പം ഞാൻ പറയും അതും അവിടെ കിട്ടില്ലേ എന്നൊക്കെ പറയാമല്ലേ. അങ്ങനെ ദൂരെ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ അരികത്ത് വഴിയരികിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ തടസ്സമായി മാറുമ്പോൾ ചിലതൊന്നും നമുക്ക് അത്ര ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണെന്ന് നോക്കി, എത്ര കണ്ടാലും മതി വരാത്ത തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ എനിക്കൊരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഞാനെപ്പോഴും ആലോചിക്കുന്നുണ്ട്, ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കാനായിട്ട് അടുത്ത് പോയി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ തേയില ചെടികൾക്ക് അത്ര ഭംഗിയില്ലാത്ത പോലെ തോന്നും. കാരണം അതിൻ്റെ ചുവട്ടിലൊന്നും ഇലയൊന്നും ഇല്ലാതെ നമ്മൾ ദൂരെ കാണുന്ന ഇങ്ങനെ ദൂരേന്ന് കാണണം. ആ ഭംഗി അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലൊന്ന് പറയണേ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും
വിൽക്കുന്നിടത്ത് ഞാൻ ഇറങ്ങി. ഇവിടെ ചെറിയ കുട്ടികളാണ് കേട്ടോ ഇതെടുത്ത് തരാനായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ ഇതെടുത്ത് തരുമ്പോൾ അവനോട് ചോദിച്ചു, മോനെ നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ SSLC പരീക്ഷ എഴുതിയേക്കാണ്, അപ്പോൾ ഞാൻ ടീച്ചറാണെന്ന് മനസ്സിലായിട്ടല്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു സ്കൂള് റിസൾട്ട് വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഈ സമയങ്ങളിൽ എന്താവാ ഈ ഒരു കാര്യങ്ങൾ, അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ മാത്രം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പോയി ക്യാരറ്റ് വാങ്ങാനാണ് ഉദ്ദേശിച്ചെങ്കിലും അവൻ്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീരുമാനമായി നമുക്ക് ബീട്രൂട്ടും കൂടെ വാങ്ങാമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ബീട്രൂട്ടൊക്കെ അങ്ങനെ തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും കൊണ്ട് വെക്കണ്ട, ഒരു കേടും വരില്ല എന്ന്. അപ്പം എനിക്ക് ഹാപ്പിയായി, കാരണം എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം നടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്രാവശ്യം കൂടുതലായിട്ട് വാങ്ങിയത് ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടാണ്. നമ്മൾ വട്ടവടയുടെ ട്രക്കിംഗ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ മിസ്സായി പോയ ആദ്യത്തെ സ്ഥലത്തേക്ക് എത്താണ്. കാരണം മിസ്സായി പോകാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല മഴയായിരുന്നു ഇവിടെ എത്തുമ്പോൾ. ആ മഴയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, മാത്രമല്ല നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങുന്നത് നമ്മൾ കുണ്ടള ഡാം കാണാൻ വേണ്ടിയിട്ടാണേ. മാട്ടുപ്പെട്ടി ഡാം കാണാമെന്നൊക്കെയാണ് നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മനസ്സിലായി കുറച്ചുകൂടെ നമ്മുടെ ഒരു ഉദ്ദേശത്തിൽ ഇറങ്ങി നടക്കാനും കുറച്ച് സ്വസ്ഥമായി നടക്കാനും ഒക്കെ കുണ്ടള ഡാം. സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വെഡ്ഡിങ് വീഡിയോ എടുക്കുന്ന സമയത്ത്, അതായത് 17 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അന്ന് ഒരു ഹരമായിരുന്നില്ലേ, ലവ് സീൻ ഷൂട്ട് ചെയ്യുക, ഔട്ട്ഡോർ ഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് വന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാർ മാട്ടുപ്പെട്ടിയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അന്ന് ഈ കുണ്ടള ഡാമിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഔട്ട്ഡോർ ഷൂട്ടിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറേ മെമ്മറീസൊക്കെ പറയുമായിരുന്നു ഇതിലൂടെ നടന്നു വന്നത്. ഇന്നതേ ആ സ്ഥലത്തേക്ക് 17 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ കൂടെ 2 ചിടുങ്ങുമണികളുണ്ട്. ഞങ്ങളതൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും അങ്ങനെ കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാൻ കുറേ വിശേഷങ്ങളുണ്ടാവും. അന്നത്തെ കാര്യങ്ങളും കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടും തീരാത്ത കുറേ വിശേഷങ്ങളുണ്ടായിരുന്നു. ഇനി ഈ പൈൻ മരങ്ങൾക്ക് ഉള്ളിലൂടെ ഇവിടെ എത്തുമ്പോൾ എനിക്ക് നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമകളൊക്കെ ഓർമ്മ വരിക. പക്ഷേ ദൂരെ നിന്ന് കാണുന്ന ഒരു ഫീല് നമ്മളൊന്നും വലിയ സാധാരണ മൊബൈൽ ക്യാമറ വെച്ച് നോക്കുമ്പോൾ ഒന്നും കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കുട്ടിക്കുരങ്ങന്മാരുടെ ഒരു ജാഥ തന്നെ കാണാൻ പറ്റി. അതിൽ ഒരു വലിയ കുരങ്ങുണ്ട് കേട്ടോ. അതിനെ പേടിച്ചിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് ഈ കുഞ്ഞു മരത്തിൻ്റെ കുഞ്ഞു കൊമ്പിൽ ഇങ്ങനെ വന്നിരിക്കുക. കുറേ നേരം ആടി കഴിയുമ്പോൾ മുകളിൽ നിന്ന് വേറൊരാൾ വന്നിട്ട് തട്ടിയിടും. പക്ഷേ ഇതൊക്കെ തന്നെ നമുക്ക് കുരങ്ങന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നതിന് സംശയമൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടിരുന്നപ്പോൾ അങ്ങനെ തോന്നി. ഇന്ന് വരെ ഞാനൊരു കുതിരപ്പുറത്ത് കയറിയിട്ടില്ല. സംഭവം കുതിരയുടെ പുറത്തൊക്കെ ചാരി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെന്നല്ലാതെ ഞാൻ കയറിയിട്ടില്ല. പക്ഷേ എനിക്ക് ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കണം തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മക്കളെ കുതിരപ്പുറത്ത് കയറ്റുകയാണ്. ചെറിയ ആൾക്ക് നല്ല ധൈര്യമാണ്, കയറുമ്പോൾ പേടി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇരിക്കുമ്പോൾ സ്വർണ്ണൂന് നല്ല പേടിയൊക്കെ ഉണ്ട്. പക്ഷേ അനിയത്തി കൊടുക്കുന്ന ധൈര്യത്തിൽ ഞങ്ങളിങ്ങനെ പോവുകയാണേ. കുറച്ച് നേരം കഴിഞ്ഞ് ചേട്ടനത് വിട്ട് കഴിയുമ്പോൾ ഒക്കെ കുതിര നടക്കുമ്പോൾ ഏതോ കൊമ്പത്തിരുന്ന് ചാടുന്ന പോലെ ഉണ്ടെന്നൊക്കെയാണ് പറയണേ. വീഡിയോ അവസാനം നമ്മൾ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് മോള് പറയുന്നുണ്ടായിരുന്നു, ഹായ് വെറുതെ അല്ല ഈ പോണി ടെയിലിന് ഇത്ര ഭംഗി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയത് വലിയ സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇതൊക്കെയാണ് എന്താ പറയുക, കുഞ്ഞു കാലം കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ കുറേ ഓർമ്മകളുണ്ടാവും. ഞങ്ങൾ ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറിയത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തത്, അങ്ങനെ കുറേ ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ. അത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണേ. ഇനി അവർ അങ്ങോട്ട് പോയപ്പോൾ തുടങ്ങിയ സെയിം സംഭവം എന്താണ്, ബ്രെഡ് ഓംലേറ്റ് വാങ്ങുക, അതുപോലെ തന്നെ നമ്മുടെ നൂഡിൽസ് വാങ്ങുക. നൂഡിൽസ് ഇപ്രാവശ്യം അധികം വാങ്ങിച്ചിട്ടില്ല, പകരം കൂടുതലും ബ്രെഡ് ഓംലേറ്റ് തന്നെയാണ് വാങ്ങിയിരുന്നത്. നമ്മൾ ഛർദ്ദിക്കുന്ന കാര്യമൊക്കെ പേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പേടിയും പേടിക്കേണ്ടി വന്നില്ല. ഇപ്രാവശ്യം ഞങ്ങൾ വളരെ സ്വസ്ഥമായി ശാന്തമായി എൻജോയ് ചെയ്തു പോയി. പിള്ളേർ പറഞ്ഞതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നുവേ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഇടയ്ക്ക് നിർത്തി അവർ പറയുന്നതൊക്കെ കൊടുക്കാനുള്ള മെയിൻ റീസൺ ഇതായിരുന്നു. കാരണം ഛർദ്ദിക്കുകയാണെങ്കിൽ ഛർദ്ദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ ഒരു യാത്ര പോയത്. അപ്പോൾ നമുക്ക് പകുതി ടെൻഷൻ ഫ്രീ ആയിരുന്ന പോലെ തോന്നി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കര ഏറെ പിടിച്ച വണ്ടി ഓടിക്കുക, ഛർദ്ദിക്കാവോ, അതാണ് ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാവുക കേട്ടോ. ഇപ്രാവശ്യം അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇവിടുന്ന് അവർക്കൊരു മാഗിയും ബ്രെഡ് ഓംലേറ്റും ഒക്കെ വാങ്ങിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണേ.
അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ്. അപ്പോൾ പോരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മളിങ്ങനെ കാറിലൊക്കെ പോകുന്നത് കൊണ്ട് കുട്ടികൾക്കായാലും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പുറത്തിറങ്ങാം. കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും എന്താ പറയുക ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഡൻസി ഫീൽ ചെയ്താൽ പോലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് പോവാം. പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം. എപ്പോഴും ഇങ്ങനെ പോകുന്നതാണ് വല്ലാത്ത ലോങ് അല്ലാത്ത ട്രിപ്പൊക്കെ നല്ലതെന്ന് തോന്നുന്നു. ഞങ്ങൾ മാക്സിമം ബാംഗ്ലൂർ വരെയാണ് കേട്ടോ ഡ്രൈവ് ചെയ്ത് പോയിട്ടുള്ളൂ. അതിൽ കൂടുതൽ ദൂരത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ കുമ്പളങ്ങി, ഇതൊക്കെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ പോയിരിക്കണം. പിന്നെ പോയത് കോടനാട്, ഊട്ടി, കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിക്ക് പോയി. അങ്ങനെ ഇപ്രാവശ്യം നമ്മളത് നേരെ തിരിച്ച് മൂന്നാർ വട്ടവട ട്രിപ്പായിന്ന് മാത്രം. ഒരുവിധമൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. നമുക്ക് വ്ളോഗുകളും അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫും നമ്മൾ കുക്കിങ്ങും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോവാണ്. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ടെൻഷനായിരുന്നു, മക്കൾ ഛർദ്ദിക്കുമോ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവരൊക്കെ അല്ലെങ്കിൽ തന്നെ ഒന്ന് സൈലൻ്റ് ആയാൽ പോലും നമുക്ക് ടെൻഷനായി. ദൈവമേ ഇനിയിപ്പോൾ എന്താവും. അപ്പോൾ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മൾ പറയും കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങട്ടെ എന്നൊക്കെ പറയും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ചെയ്തേയില്ല. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമുണ്ടായില്ല. പലതും അങ്ങനെയാട്ടോ, നമ്മൾ ആവശ്യമില്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവണേന്ന് തോന്നുന്നു. അങ്ങനെ പോയിന്റ് നമ്മൾ നിർത്തിയൊന്നുമില്ല. ഇതിപ്പോൾ മാട്ടുപ്പെട്ടി ഡാമാണ്. ഇതും നമ്മുടെ ലക്ഷ്യത്തിലില്ല. കാരണം ഇതിലെ ഇറങ്ങി, കാരണം നമ്മൾ കുണ്ടല ഡാം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കയറിയിരിക്കണേ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ട് മഴയൊന്ന് ചാറിപ്പോകുന്നുണ്ട്. എന്നാലും നമുക്കൊരു തടസ്സം ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ഇറങ്ങാമെന്ന് ഉദ്ദേശിച്ച് പോയ വഴിക്കൊന്നും ഒരു കുഴപ്പമില്ലാണ്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു പെട്രോൾ അടിക്കണം എന്ന് വിചാരിച്ച് കയറിയതാണേ. പെട്രോൾ പമ്പിൻ്റെ അവിടെ കയറിയപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയുക കുറച്ച് തേയില എന്തായാലും വാങ്ങിച്ചിട്ട് പോകണം എന്നൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഫാക്ടറിയുടെ ഡയറക്റ്റ് ഷോപ്പാണേ. അപ്പോൾ ഫാക്ടറിയുടെ തന്നെ ഷോപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ച് ചെല്ലുമ്പോൾ നമുക്ക് തൊട്ടടുത്തും അല്ലെങ്കിൽ വീട്ടിലും ഒക്കെ ഒന്ന് തേയില കൊടുക്കണം അങ്ങനെയൊക്കെ ഒന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തേയില വാങ്ങിച്ചു. അതുപോലെ തന്നെ നമുക്ക് മസാല ടീ, അതുപോലെ ഒന്ന് രണ്ട് വെറൈറ്റി ടീ. അപ്പോൾ ഞാനൊരു കാർഡമമിൻ്റെ ടീ ആണ് ഹസ്ബൻഡിന് വാങ്ങിച്ചെങ്കിൽ ഞാൻ സിനമിൻ്റെ ടീ വാങ്ങിച്ചിട്ടുണ്ട്. മക്കൾ കുഞ്ഞൊരു കേക്കും കാര്യങ്ങളും ഒക്കെ കഴിച്ചു. എന്നിട്ട് പോരുന്ന വഴിക്ക് നമ്മൾ ഹോട്ടലിൽ കയറാണേ. കാലത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി ഇടയ്ക്ക് ഇങ്ങനെയൊന്നും കഴിച്ചാലും ഉച്ചയ്ക്ക് ലഞ്ച് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ടാണ് കഴിച്ചത്. കാരണം പോരുന്ന വഴിക്ക് പരമാവധി എനിക്ക് നോൺ വെജ് കഴിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല കേട്ടോ. കാരണം കുട്ടികളുടെ വയറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോയില്ലേ. ഇത് നമുക്ക് തൊട്ട് മുമ്പേ നല്ല മഴ പെയ്തത് കാരണം നമ്മൾ മൂന്നാറിലെത്തി. ബസ് സ്റ്റാൻഡിനടുത്തൊരു പാർക്കില്ലേ, ആ പാർക്കിലാണ് കയറിയിരിക്കണേ. പക്ഷേ അവരുദ്ദേശിച്ച ഒന്നിലും കയറാൻ പറ്റാത്ത രീതിയിൽ അവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് കാണുമ്പോൾ കാണാം. കാരണം പാർക്കിൻ്റെ ഉള്ളിൽ അവർ കളിക്കാനായിട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ താഴെയൊക്കെ നിറച്ച് വെള്ളം കെട്ടി നിൽക്കുക. അപ്പോൾ എന്തായാലും നിറയെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം നല്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. മക്കൾ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തത്. പിന്നെ സ്ഥിരം നമ്മുടെ ഐ ലവ് മൂന്നാറിൻ്റെ ഫ്രണ്ടിലൊരു ഫോട്ടോ, ഇതിപ്പോൾ നമ്മുടെ അല്ല കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് സ്വിങ് നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ കയറണം എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ കുട്ടികൾ വിചാരിച്ചെങ്കിലും എനിക്ക് എന്തോ വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ അവിടെ മറ്റുള്ളവർ പോകുന്നതും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഇരുട്ട് പോലെ ഫീൽ ചെയ്യുന്നത് ഏത് സമയവും മഴ പെയ്യാം എന്നൊരവസ്ഥയുണ്ട്. നല്ല കോട ഇറങ്ങി വരുന്നുണ്ട്, അതുമുണ്ട്. അപ്പോൾ ആ ഒരു കോട നല്ല രീതിയിലുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ അപ്പോൾ ദൂരേന്ന് കോട വരണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും വല്ലാണ്ട് കോടയൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇതിപ്പോൾ കണ്ടോ, നല്ല ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ട് പോയിട്ട് ഈ ഒരു യാത്ര കൊണ്ട് പിങ്ക് ഷൂസൊക്കെ നല്ല ഡാർക്ക് ബ്രൗൺ ഷൂസൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. കാരണം ചെളിവെള്ളമാണ്. ഇതൊക്കെ നമുക്കിവിടെ പാർക്കുകളിലൊക്കെ ഉണ്ടെങ്കിലും കാണുമ്പോൾ ഒരു ആവേശത്തിന് അവർ കയറിയതാണേ. അപ്പോൾ എന്തായാലും ക്ലൈമറ്റ് നല്ല തണുപ്പായിരുന്നു. നമുക്ക് കംഫർട്ടബിളായ തണുപ്പ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പതുക്കെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ മൂന്നാർ വട്ടവട ട്രിപ്പിൽ മറക്കാനാവാത്തതാണ് കേട്ടോ ഇനി മുന്നോട്ട് കാണുന്ന കാഴ്ചകൾ. കോട ശരിക്കും പറഞ്ഞില്ലേ, പാട്ടിലൊക്കെ എഴുതിയ പോലെ കോടമഞ്ഞിൻ താഴ്വരയിൽ നിന്ന് വെറുതെ പറയണതല്ല. നോക്കിയേ നിങ്ങൾ, കോട ഇങ്ങനെ ഇറങ്ങി വരികയാണേ. നമുക്ക് നല്ല
മഞ്ഞ്, അങ്ങോട്ട് പോയപ്പോൾ നല്ല തണുപ്പ് കിട്ടി, അതുപോലെ തന്നെ മൂന്നാറിൻ്റെ മഴ കിട്ടി. പക്ഷേ ഇപ്പോൾ ദേ ഒരു 1 മണി 1:15 സമയം മുതൽ ഇതുപോലെ ലൈറ്റിട്ട് വണ്ടി ഓടിക്കുകയാണേ. അത്രയ്ക്ക് കോടയാണ്, നിങ്ങൾക്കത് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മൾ മൊബൈലിൻ്റെ ക്യാമറയിലാണല്ലോ എടുക്കുന്നത്, അപ്പോൾ ഇത്രയും ക്ലാരിറ്റിയിലേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. എന്നാലും ദേ നമുക്ക് ഇനിയുള്ള കാഴ്ചകളൊക്കെ കോട അങ്ങോട്ട് മുക്കിക്കളഞ്ഞു എന്ന് പറയില്ലേ, അതുപോലെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറങ്ങിയും കയറിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. ഈ ഒരു യാത്ര ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല സമയം ഇതാണ്. നമ്മുടെ നാട്ടിൽ നല്ല ചൂടുള്ള സമയത്ത് പോവുക, എന്നിട്ട് ഇത് എൻജോയ് ചെയ്തിട്ട് വരിക. തിരിച്ചു വരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആണ് നിങ്ങൾക്ക് ഈ കോടയുടെ ഡെപ്ത് കിട്ടാൻ തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ എത്തുന്നത് ഒരു 3 മണി 3:30 നേരമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും കോട ഒരു കുറവുമില്ല, നല്ല അടിപൊളിയായിട്ട്. ഇതെന്ന് പറയുമ്പോൾ ഈ കയ്യെത്തി പിടിക്കാൻ പറ്റും എന്ന് തോന്നുന്ന പോലെ ഫീൽ ചെയ്യാണ്. ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ട് തൊട്ടടുത്തൂടെ എന്താ പറയുക, അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ 2-3 സ്ഥലത്ത് ഇറങ്ങിയായിരുന്നു, എന്നാലും അതിങ്ങനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയാണേ. എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഇറങ്ങി നിൽക്കാമെന്ന് തോന്നി. കാരണം പോകുന്ന സമയത്ത് എത്ര പോയാലും ഒന്നുകൂടെ നിറങ്ങാം എന്നിങ്ങനെ മനസ്സിൽ ഫീൽ ചെയ്യുകയാണേ. ഇനി നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല. ഇടയ്ക്ക് യാത്രയുടെ ഇടയ്ക്ക് മക്കൾ നന്നായിട്ട് അടിമാലിയൊക്കെ കഴിഞ്ഞ് അവർക്ക് ഒരു കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവർ സുഖമായിട്ട് ഉറങ്ങി. ഇത് ഞങ്ങൾ തൃശ്ശൂരെത്തി അക്ഷയ ഹോട്ടൽ 24 hours വർക്ക് ചെയ്യുന്ന അക്ഷയയിൽ കയറിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കണേ. അങ്ങനെ തൃശ്ശൂർ പൂരം ആണ് നെക്സ്റ്റ് വീക്ക്. തൃശ്ശൂർ പൂരത്തിൻ്റെ പന്തൽ പണിയും ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പൂരത്തിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പന്തൽ പണിയും കാര്യങ്ങളൊക്കെ തകർക്കുന്നു. സമയം ഏതാണ്ട് 11 മണിയോടടുക്കുന്നു. കാരണം ഇടയ്ക്ക് കിട്ടിയ വലിയൊരു 3 ബ്ലോക്ക് കാരണമാണ് നമ്മൾ 11 മണിയായത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഒരു 10:30 ആകുമ്പോൾ എത്തേണ്ടതാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 11 മണി. ഞാൻ പറഞ്ഞല്ലോ 11 മണി കഴിഞ്ഞ് 11:15 ആവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു സേഫായിട്ടൊരു ജേർണി ആയിരുന്നു. വളരെ ഹാപ്പി ആയിരുന്നു. മക്കളായാലും ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായില്ല. ഇന്നലത്തെ പേപ്പർ പത്രക്കാരൻ എറിഞ്ഞത് മുറ്റത്തുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നമ്മളങ്ങനെ വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ പോയ പോലെ സേഫായിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വന്നിരിക്കുമ്പോൾ കൊല്ലത്തിലൊരിക്കലെങ്കിലും ഇങ്ങനൊരു യാത്ര പോകണം കേട്ടോ, എല്ലാവരും കൂടെ കൂടിയിട്ട്. അത് നൽകുന്നൊരു ഫീല്, അല്ലെങ്കിൽ അത് നൽകുന്നൊരു ബന്ധങ്ങളുടെ ഡെപ്തൊക്കെ വളരെ വലുതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗ്രീസ് ടൈം. താങ്ക് യു.